أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الدرس الحادي والعشرون 21ാമത്തെ ദർസ് അൽ മിസാലുൽ വാവിയ്യു മിൻ വസ്നി യഫ്അലു വയഫ്ഉലു. യഫ്അലു വസ്നിൽ വരുന്ന അല്ലെങ്കിൽ യഫ്ഉലു വസ്നിൽ വരുന്ന ഈ രണ്ട് വസ്നുകളിലും വരുന്ന മിസാൽ, അതായത് ഫാഫിഅൽ മുതല്ലാഹി ഫിഅൽ, ആ ഫാഫിഅൽ മുതല്ലാഹി ഫിഅലിൽ നിന്ന് തന്നെ വാവിയ്യ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. തസ്ബുത്തുൽ വാവു ഫി വസ്നി യഫ്അലു, യഫ്അലു വസ്നിൽ വാവ് സ്ഥിരപ്പെടും. ബിൽ ഫത്ഹി, ഐൻ ഫിഅലിന് ഫത്ഹ് കൊണ്ടുള്ളതായ യഫ്അലു വസ്നിൽ വാവ് സ്ഥിരപ്പെടും. ക വജില യവ്ജലു പോലെ. യഫ്അലു വസ്നി മുളാരിഇന്റെ വസ്നി യഫ്അലു ആണ്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ വാവ് അവിടെ ഉണ്ടാവും. യവ്ജലു എന്ന് പറയും. യഫ്ഇലു ആണെങ്കിലേ പോവാ, വാവ് പോവാ. വൽ അംറു മിൻഹു യുവ്ജൽ എന്നാണ് ഉണ്ടാവുക. വജില യവ്ജലു, അതിനെ നമ്മൾ അംറു ഫിഅലാക്കുന്ന സമയത്ത് തൗജലു അല്ലേ, തൗജലു. വജില എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു, ഞെട്ടി വിറച്ചു എന്നൊക്കെയാണ് അർത്ഥം. അപ്പം തൗജലു, നീ ഒരു പുരുഷൻ ഞെട്ടി വിറയ്ക്കൂ, അവിടുന്നാണ് നമ്മൾ അംറ് ഹാദിർ ഉണ്ടാക്കുക. താഇനെ കളഞ്ഞു, താഇനെ കളഞ്ഞപ്പോൾ വുജലു എന്നായി. വുജലു വാവിന് സുക്കൂനാണല്ലോ. അപ്പൊ സുക്കൂൻ കൊണ്ട് ഒരു പദം തുടങ്ങാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളൊരു ഹംസനെ അതിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്നു. ആ ഹംസക്ക് നമ്മൾ അവസാനത്തെ തൊട്ടുമുമ്പുള്ള അക്ഷരമായ ജീമിന് ഫത്ഹ ആയത് കൊണ്ടിട്ട് ഈ ഹംസക്ക് നമ്മൾ കിസ്ർ കൊടുത്തു. കിസ്റാണെങ്കിലും ഫത്ഹാണെങ്കിലും നമ്മൾ ഈ ഹംസക്ക് കിസ്ർ കൊടുക്കുന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ കിസ്ർ കൊടുത്തപ്പോ ഇവ്ജൽ എന്നായി. ഇവ്ജൽ അത് സുഖമില്ലല്ലോ. കിസ്റിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നാൽ ആ വാവിനെ നമ്മൾ എന്താക്കും? സുക്കൂനുള്ള യാ ആക്കും. അങ്ങനെയാണ്. കിസ്റിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നാൽ ആ വാവിനെ നമ്മൾ സുക്കൂനുള്ള യാ ആക്കും. അപ്പൊ ഈ ജൽ എന്നായി. ഈ ജൽ, ഈ ജൽ അതിന്റെ അപ്പൊ അമ്രുമിനു ഈ ജൽ, ഇതിനുള്ള അമ്ര ഈ ജൽ എന്നാണ്. അസ്ലുഹു, ഇതിന്റെ അടിസ്ഥാന രൂപം ഇവ്ജൽ എന്നാണ്. കിസ്റിന്റെ ശേഷം സുക്കൂനുള്ള വാവ് വന്നപ്പോൾ വാവിനെ മറിച്ച് നമ്മൾ സുക്കൂനുള്ള യാ ആക്കി. ഒലിബത്തിൽ വാവു, വാവിനെ മറിക്കപ്പെട്ടു. യാ അൻ യാ ആയിട്ട്. ഈ സുക്കൂനിഹ, ആ വാവിന് സുക്കൂനുള്ളത് കാരണം. വങ്കിസാരി മാ ഖബ്ലഹ, അതിന്റെ തൊട്ടുമുള്ള അക്ഷരത്തിന് കസ്റുള്ളത് കാരണവും. അപ്പൊ അതൊരു പൊതു നിയമമാണ്. എന്ത്? തുഖ്ലബുൽ വാവു യാ അൻ ലി സുക്കൂനിഹ വങ്കിസാരി മാ ഖബ്ലഹ. എങ്ങനെ? തുഖ്ലബുൽ വാവു യാ അൻ, വാവിനെ മറിക്കപ്പെടും. യാ അൻ, യാ ആയിട്ട് മറിക്കപ്പെടും. എപ്പം? ലി സുക്കൂനിഹ വങ്കിസാരി മാ ഖബ്ലഹ, അതിന് സുക്കൂനുള്ളത് കാരണവും അതിന്റെ അവസാനത്തെ അതിന്റെ മാക്കബിലിന് അതിന്റെ തൊട്ടുമുള്ള അക്ഷരത്തിന് കിസ്റുണ്ടായ കാരണവും. തിരിഞ്ഞ ഇവ്ജൽ, അതിന്റെ തൊട്ടുമുള്ള അക്ഷരത്തിന്, വാവിന് തൊട്ടുമുള്ള അക്ഷരത്തിന്, വാവിന് സുക്കൂനും വാവിന്റെ തൊട്ടുമുള്ള അക്ഷരത്തിന് കിസ്റു ആണെങ്കിൽ വാവിനെ മറിച്ചാണ്ട് യാ ആക്കും. ഇതൊരു പൊതു നിയമമാണ്. വാവിന് സുക്കൂനും വാവിന്റെ തൊട്ടുമുള്ള അക്ഷരത്തിന് കിസ്റു ആണെങ്കിൽ വാവിനെ മറിച്ചാണ്ടിട്ട് യാ ആക്കും. ഇതൊരു പൊതു നിയമം ആണ്. അപ്പൊ തുഖ്ലബുൽ വാവു യാ അൻ ലി സുക്കൂനിഹ വൻകിസാരി മാ ഖബ്ലഹ, ഇതൊരു പൊതു നിയമം. ഇത് അങ്ങനെ തന്നെയാണ് കാണാതെ പഠിച്ചേക്കുക. മാ ഖബ്ലഹ, ഇത്ര പണിയുള്ളൂ. മാ ഖബ്ലഹ, ഇനി ആ വാവിന്റെ തൊട്ടുമുള്ള അക്ഷരത്തിന് തൊട്ടുമുള്ള അക്ഷരം വമ്മുള്ളതായാലോ ഉഈദത്തിൽ വാവു, വാവിനെ മടക്കി കൊണ്ടുവരപ്പെടും. ഫതഖൂലു, അപ്പോൾ നീ പറയും ഫി യാ സൈദു ഈജൽ, യാ സൈദു ഈജൽ, ഇവിടെ നീ പറയും യാ സൈദൂജൽ എന്ന് നീ പറയും. അതെങ്ങനെയാണെന്നറിയോ? യാ സൈദു, ഓ സൈദേ, ഇപ്പൊ ദാലിന് വമ്മല്ലേ, പിന്നെ വസ്ലിന്റെ ഹംസ ആണല്ലോ ഇതിലെ. വസ്ലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ എന്താണ്? കലാമിന്റെ ഇടയിൽ വരുമ്പോ ആ ഹംസ ഉണ്ടാവില്ല. ഉച്ചാരണത്തിൽ ഉണ്ടാവില്ല, എഴുത്തിലുണ്ടാകും. ഇവിടെ ഇപ്പൊ എഴുത്തിലുണ്ട്, പക്ഷെ ഉച്ചാരണത്തിലില്ല. അപ്പൊ അങ്ങനെ ഉച്ചാരണത്തിൽ വരാത്ത സമയത്ത് പിന്നെ ഇപ്പൊ അവിടെ അപ്പൊ ആ ഹംസ ഇല്ല, ഹംസ ഉച്ചാരണത്തിലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹംസന്റെ മേലുള്ള ഹർക്കത്ത് ഉച്ചാരണത്തിൽ ഉണ്ടാവും. അത് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഒക്കെ പോയി. മന്ത്രി രാജിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെന്തെത്ത്, പിന്നൊക്കെ കുന്തിരി തന്നെയാന്ന് പറഞ്ഞില്ലേ. എന്ന മാതിരി നമ്മളെ വസല്ല ഹംസ പോയി.
വസലിന് ഹംസ പോയപ്പോൾ വസലിന് ഹംസന്റെ മേലുള്ള കസ്റത്തും പോയി. പിന്നപ്പം ഇവിടെ നമ്മളെ യാന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന്റെ ഹർക്കത്ത് ഏതാ? യാ സൈദു. ഹംസ പോയി. അപ്പൊ ഹംസ പോയപ്പോ ഹംസന്റെ കസ്റത്തും പോയി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയിപ്പോ ആരാ പട ബാക്കിയുള്ളത്? ഈ വാവിന്റെ യാന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം, യാന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം യാ സൈദു ഈജൽ എന്ന് പറഞ്ഞിടത്തുള്ള ആ ഹംസ പോയി. ഈജൽ എന്നുള്ള ഈ അത് പോയി. യാ സൈദൂജൽ എന്നാക്കിയില്ലേ നമ്മള്. വസ്ലാവുന്ന സമയത്ത്, കലാമിന്റെ ഇടയിലാവുന്ന സമയത്ത് ആര് പോവും? ആ ഹംസ പോയി. ഹംസ പോയപ്പോ ഹംസന്റെ കസറത്തും പോയി. ഹംസ ഉണ്ടെങ്കിലല്ല ഹംസന്റെ കസറത്ത് ഉണ്ടാവുള്ളൂ. ഹംസന്റെ പോയി. ഇനിയിപ്പം ആ യാന്റെ തൊട്ടുമുമ്പുള്ള അക്ഷരം ആരാ? ദാല്. സൈദു എന്ന് പറഞ്ഞാൽ ദാല്. ആ ദാലിമത്തെ ഹറക്കത്ത് ഏതാ? വമ്മത്ത്. അപ്പൊ ഈ യാന്റെ തൊട്ടുമുള്ള അക്ഷരത്തിന് ഇപ്പൊ എന്താണ്, എന്തറക്കത്തുള്ളത്? വമ്മത്ത്. സൈദു വമ്മത്താണുള്ളത്. ഹംസ പോയി. നോക്കണ്ട, പോയി. ചില രാഷ്ട്രീയക്കാരെ കൊണ്ട് പറഞ്ഞ മാതിരിയാണ്. നോക്കണ്ട, പോയിക്കണ്. എപ്പം മുങ്ങിന്ന് വെച്ചാൽ മതി. അപ്പൊ ഹംസ പോയി. ഇനിയിപ്പോ അവിടെ ദാലും വമ്മത്തുള്ള ദാലുള്ളത്. അപ്പൊ ഇനിയിപ്പോ എന്താ നല്ലത്? വേഗാണ്ട് വാവായിക്കാളുക. അടിയുന്നാണ്ട് എഴുതി കാണിക്കുമ്പോഴത്തേന് നമ്മളും കൊണ്ട് മുങ്ങിക്കാളുക എന്ന് പറഞ്ഞ മാതിരി നേരാണ്ട് വാവായിക്കാളുക. അപ്പൊ യാ സൈദൂജൽ. അങ്ങനെ തന്നെ. യാ അലിയൂജൽ, അങ്ങനെ. യാ ബക്രൂജൽ, ഇങ്ങനെ വരും. അപ്പം യാ ബക്രു അല്ലെങ്കിൽ യാ സൈദു ഈജൽ എന്നാണ് അടിസ്ഥാന രൂപം. കലാമിന്റെ ഇടയിലാവുമ്പോൾ ഈ ഹംസ ഉച്ചാരണത്തിൽ വരില്ല. ഉച്ചാരണത്തിൽ വരാത്ത സാധനത്തിനെ നമ്മൾ ഇവിടെ പരിഗണിക്കില്ല. അവിടെ ഇങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. ചില പെരയിൽ ആണുങ്ങളുള്ള മാതിരി നമ്മളാ പെരയിൽ ചെല്ലുന്ന സമയത്ത് ഉണ്ടാവും ഇത്താത്ത അങ്ങനെ പാഞ്ഞിരുന്നു, മാറും കുലിക്കാണ്ട് തലയിൽ തട്ടുവിടൂല. എന്നിട്ടുണ്ടാകും പിന്നെ മറ്റേ ചങ്ങായി ഇങ്ങനെ ഇഞ്ചി അടിച്ച കരങ്ങഞ്ച മാതിരി ഇങ്ങനെ വരുന്നേ, വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാണ്ട്. അപ്പൊ ഈ മൈൻഡ് വരേണ്ട അകത്തുണ്ട്. ഓനെ വന്ന് അതിൽ പറഞ്ഞാൽ മതി. അതല്ല വരിക. ഇതേ മാതിരിയാണ് നമ്മളെ വസലിന്റെ ഹംസന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. എഴുത്തിൽ അവിടെ ഉണ്ടാവും, പക്ഷേ പ്രയോഗതലത്തിലേ ഇല്ല. ചില പെരയിലെ കുടുംബനാഥന്മാരെ മാതിരി. അല്ലാഹ് ആകട്ടെ. അപ്പൊ യാ സൈദു ഊജൽ അങ്ങനെ ഉണ്ടാകുക. അപ്പൊ തുൽഫദു ബിൽ വാവി അല്ല ഫതഖൂൽ. അപ്പൊ നീ പറയും ഫി യാ സൈദു ഈജൽ എന്നതിൽ നീ പറയും യാ സൈദൂജൽ എന്ന് നീ പറയും. അപ്പം തൽഫദു ബിൽ വാവി, വാവ് കൊണ്ട് നീ ഉച്ചരിക്കും. വതക്തുബു ബിൽ യാഇ, യാ കൊണ്ട് നീ എഴുതുകയും ചെയ്യും. യാ സൈദു ഈജൽ എഴുതും. എന്നിട്ടോ ഉച്ചാരണം യാ സൈദൂജൽ എന്നാക്കും ചെയ്യും. ലിസവാലി ഇല്ലത്തിൽ ഖൽബി, ഖൽബിന്റെ മറിക്കാനുള്ള കാരണം നീങ്ങിയത് കാരണം. വാവിനെ യാ ആക്കി മറിക്കാനുള്ള കാരണം എന്തേനി? അതിന്റെ മാഖബിലുള്ള അക്ഷരത്തിന്റെ ഹറക്കത്ത് ഗസ്റത്ത് ആയതുകൊണ്ടേനി. അപ്പൊ മാഖബിലുള്ള അക്ഷരവും ഇല്ല, അതിന്റെ ഗസ്റത്തും ഇല്ല. പാടുള്ളത് എന്താണ്? വമ്മത്തുള്ള ദാലാണ്. ഉച്ചാരണത്തിലുള്ളത്, പ്രയോഗത്തിലുള്ളത്. എഴുത്തിൽ അവിടെ അങ്ങനെ വരച്ചിട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. എഴുത്തിൽ അവിടെ വരച്ചിട്ടുകൊണ്ട് കാര്യമില്ല. പ്രയോഗത്തിൽ എന്താണുള്ളത്? വമ്മത്താണുള്ളത്. അപ്പൊ ഇവിടെ ഇതിന് വാവിനെ യാ ആക്കി മറക്കാനുള്ള കാരണം നീങ്ങിയത് കാരണം നമ്മൾ വാവ് കൊണ്ട് ഉച്ചരിക്കും, എഴുതുമ്പോൾ യാ കൊണ്ട് എഴുതും ചെയ്യും. വഹിയ എന്താണ്? ഇല്ലത്തുൽ ഖൽബ്, മറക്കാൻ വാവിനെ യാ ആക്കി മറക്കാനുള്ള കാരണം വഹിയൽ കസ്റത്തു ഫിൽ ഹംസത്തി, ഹംസന്റെ മേലുണ്ടായിരുന്ന കിസ്റത്തേനി. ഹംസയും പോയി, ഹംസന്റെ കസ്റത്തും പോയി. അന്ന ഹംസത്തൽ വസ്ലി, കാരണം തീർച്ചയായിട്ടും വസ്ലിന്റെ ഹംസ തുഹ്റഫു, അതിനെ കളയപ്പെടും. ലഫ്ദൻ, ഉച്ചാരണത്തിൽ കളയപ്പെടും. ഫിദ്ദർജി, കലാമിന്റെ ഇടയിൽ ഉച്ചാരണത്തിൽ കളയപ്പെടും. ഇവിടെ നോട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ലേശൊരു ഇടങ്ങേറ് തോന്നണില്ലേ ഇന്നലത്തേനെക്കാട്ടിലും? അപ്പോൾ ശരിക്കൊന്ന് പാടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത്. എന്നിട്ട് അടുത്ത ക്ലാസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് മുറാജ ചെയ്തതിന് ശേഷം അടുത്ത ക്ലാസ് എടുക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.